എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ കുറച്ചൊരു ഗ്യാപ്പിന് ശേഷം വീണ്ടും ഒരു യാത്ര തിരിക്കുകയാണ്. ഇന്ന് ഞാൻ പോകുന്നത് ചൈനയിലോട്ടാണ്. ആദ്യമായിട്ട് പോകുന്നത് നമ്മൾ ചൈനയിലെ ബീജിങ്ങിലോട്ടാണ്. ബീജിങ്ങിൽ നിന്ന് പിന്നെ വേറൊരു സിറ്റിയായ ഷിയാനിലോട്ട് പോകുന്നുണ്ട്. അവിടെ നിന്ന് പിന്നെ ഷാങ്ഹായിലോട്ടാണ് പോകുന്നത്. അങ്ങനെ 2-3 സിറ്റിയാണ് നമ്മൾ ടൂർ പ്ലാൻ ചെയ്തിട്ടുള്ളത്. നമ്മൾ ദോഹയിൽ നിന്നും അബുദാബി വഴി എത്തിഹാദ് എയർലൈൻസിൻ്റെ ഫ്ലൈറ്റിലാണ് പോകുന്നത്. അത് കുറച്ചും കൂടി ചീപ്പായിട്ട് തോന്നി, അതുകൊണ്ടാണ് ആ വഴിക്ക് പോകുന്നത്. നമുക്ക് ഇവിടുന്ന് ഏകദേശം 1 മണിക്കൂറിൻ്റെ യാത്രയാണ് അബുദാബിയിലോട്ടുള്ളത്. അവിടുന്ന് ഏകദേശം 7 മണിക്കൂറിൻ്റെ യാത്ര ഉണ്ട് ചൈനയിലെ ബീജിങ്ങിലോട്ട്. ഈ കാണുന്നത് അബുദാബിയിലെ പുതിയ എയർപോർട്ടാണ്. ഇവിടെ ഞാൻ മുന്നേയും വന്നിട്ടുണ്ട്, ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട്. ഇതിപ്പോൾ 2ാമത്തെ തവണയാണ് ഈ വഴിക്ക് പോകുന്നത്. ഏകദേശം 1.25 മണിക്കൂറിൻ്റെ വെയിറ്റിംഗ് ആണ് അബുദാബിയിൽ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് കുറേ നേരം ഇരുന്നിട്ട് ബോറടിക്കേണ്ട കാര്യം വന്നില്ല. ഇറങ്ങിയ ഉടനെ തന്നെ അടുത്ത ബോർഡിങ്ങിൻ്റെ ഗേറ്റ് ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നു. ബീജിങ്ങിലെ ഡാക്സിംഗ് എന്ന് പറഞ്ഞ എയർപോർട്ടാണ് നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ളത്. അവിടെ തന്നെ 2 എയർപോർട്ടുണ്ട്. ഒന്ന് ക്യാപിറ്റൽ ഇൻ്റർനാഷണൽ എയർപോർട്ടും ഒന്ന് ഡാക്സിംഗ് എയർപോർട്ടും. ക്യാപിറ്റൽ ഇൻ്റർനാഷണൽ എയർപോർട്ട് എന്ന് പറഞ്ഞാൽ അവിടുത്തെ പഴയ എയർപോർട്ടാണ്. അത് കുറച്ചുകൂടി തിരക്ക് കൂടിയതും തന്നെയല്ല, അങ്ങോട്ടേക്കുള്ള ടിക്കറ്റ് ഫെയറും കുറച്ച് കൂടുതലായിരുന്നു നോക്കിയപ്പോൾ. അപ്പോൾ കുറച്ചുകൂടി നമുക്ക് ബെറ്റർ ആയിട്ട് തോന്നിയത് ഡാക്സിങ്ങിലോട്ടാണ്. അവിടുന്ന് കുറച്ച് ദൂരമുണ്ട് സിറ്റിയിലോട്ട്, ഏകദേശം 1 മണിക്കൂറിൻ്റെ യാത്ര ഉണ്ട്. എന്നാലും നമുക്കത് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു റേറ്റ് ആയിരുന്നു അത്. എൻ്റെ കൂടെ ഈ യാത്രയിൽ എൻ്റെ ഒരു സുഹൃത്തും കൂടെ വരുന്നുണ്ട്. ഇദ്ദേഹത്തിന് പേര് അഷ്റഫ് എന്നാണ്. കഴിഞ്ഞ വിയറ്റ്നാം വീഡിയോസൊക്കെ കണ്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇദ്ദേഹത്തെ പരിചയം ഉണ്ടായിരിക്കും. വർഷങ്ങളായിട്ട് ദോഹയിലെ ഒരു ബിസിനസ്മാനാണ് ഇദ്ദേഹം. നമ്മളിന്ന് യാത്ര ചെയ്യാൻ പോകുന്ന എയർ റൂട്ടാണ് ഇതിൽ സ്ക്രീനിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ കാണിക്കുന്നത് പോലെ നോർത്ത് ഇന്ത്യയുടെ ഒരു സൈഡിൽ കൂടെ പോയിട്ട് പാകിസ്ഥാൻ്റെ മേലെ കൂടെ കടന്നിട്ടാണ് നമ്മൾ ബീജിങ്ങിലോട്ട് എത്തുന്നത്. ഏകദേശം 6100 കിലോമീറ്ററോളം യാത്ര ചെയ്യുന്നുണ്ട്. 4100 മൈൽസാണ് ഇതിൽ കാണിക്കുന്നത്. ഏകദേശം 7 മണിക്കൂറാണ് ഈ യാത്രയുടെ സമയം. 7 മണിക്കൂറത്തെ യാത്ര ഉണ്ടെങ്കിൽ നമുക്ക് ഒട്ടും ബോറടി തോന്നിയില്ല. കാരണം ഇത് ഏകദേശം ഒരു 100-300 പാസഞ്ചേഴ്സിനൊക്കെ യാത്ര ചെയ്യാൻ പറ്റുന്ന വലിയൊരു ഫ്ലൈറ്റ് തന്നെ ആയിരുന്നു ബോയിങ്ങിൻ്റെ. അതുകൊണ്ട് തന്നെ എല്ലാ സൗകര്യങ്ങളും ഇതിനകത്തുണ്ടായിരുന്നു. ചാർജബിൾ പോർട്ടും, നമുക്ക് വീഡിയോ കാണാനും ഫിലിം കാണാനും അതുപോലെ ഫുട്ബോൾ മാച്ച് കാണാനും എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു. അങ്ങനെ അബുദാബിയിൽ നിന്ന് ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്ത് 1/2 മണിക്കൂർ കഴിയുമ്പോഴത്തേനും ഫുഡൊക്കെ സെർവ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എത്തിഹാദിൻ്റെ സ്റ്റാൻഡേർഡിനനുസരിച്ചിട്ടുള്ള നല്ലൊരു ഫുഡ് തന്നെ ആയിരുന്നു അത്. ജൂലൈ 14-നാണ് ഞാൻ എൻ്റെ യാത്ര ആരംഭിക്കുന്നത്. അന്ന് തന്നെയാണ് സ്പെയിനും ഫ്രാൻസും തമ്മിലുള്ള സെമി ഫൈനൽസ് മത്സരം നടക്കേണ്ടിയിരുന്നത്. ഈ 2 ടീമുകൾ എൻ്റെ ഫേവറേറ്റ് ടീമുകളായിരുന്നു. അതുകൊണ്ട് തന്നെ സ്പെയിൻ ജയിക്കുമ്പോൾ സന്തോഷവും അതുപോലെ ഫ്രാൻസ് തോൽക്കുമ്പോൾ സങ്കടവും ഒരേ സമയം തോന്നിയ നിമിഷങ്ങളായിരുന്നു അത്. അങ്ങനെ കളിയൊക്കെ കഴിഞ്ഞ് അതിന് ശേഷം 1-2 മലയാളം ഫിലിമൊക്കെ കണ്ടു കഴിയുമ്പോഴേക്കും നമ്മൾ ഏകദേശം ബീജിംഗ് നഗരത്തിന് മേലെ എത്തിയിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇപ്പോൾ ലാൻഡിങ്ങിനുള്ള തയ്യാറെടുപ്പുകളൊക്കെ നടത്താനായിട്ടുള്ള അനൗൺസ്മെൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അവർ. അങ്ങനെ രാവിലെ 9 മണിക്ക് ചൈനയിലെ 9 മണിക്ക് നമ്മൾ ലാൻഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഖത്തറിനെ സംബന്ധിച്ച് ഖത്തറിനേക്കാൾ 5 മണിക്കൂർ മുന്നിലാണ് ചൈനയുടെ ടൈമിങ്. ഞാൻ അവിടുത്തെ ചൈനയിലെ ടോപ്പ് ചൈന ടൂർ എന്ന് പറഞ്ഞ TCT എന്ന് പറഞ്ഞൊരു കമ്പനിയുമായിട്ടാണ് ടൂറൊക്കെ അറേഞ്ച്മെൻറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവരുടെ ഒരു ഗൈഡ് നമ്മളെ നോക്കിയിട്ട് നമ്മുടെ പേരൊക്കെ എഴുതിക്കൊണ്ട് അവിടെ പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. എയർപോർട്ടിൽ നിന്ന് നമ്മൾ നേരെ പോയത് ഹോട്ടലിലേക്കാണ്. ഹോട്ടലൊക്കെ നേരത്തെ തന്നെ അവർ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് എല്ലാ ഡീറ്റെയിൽസും അവർ ആദ്യം തന്നെ അയച്ചു തരും.
ഞാനിങ്ങനെ ടൂറൊക്കെ ബുക്ക് ചെയ്യുമ്പോൾ അവിടെയുള്ള കമ്പനിയുമായിട്ട് നേരിട്ടാണ് ബുക്കിംഗ് ചെയ്യാറുള്ളത്. അതുകൊണ്ട് നമുക്ക് പല ഗുണങ്ങളുണ്ട്. കാരണം അവർക്ക് കൃത്യമായിട്ട് ഓരോ സ്ഥലങ്ങളും വ്യക്തമായിട്ട് അറിയാൻ പറ്റും. തന്നെയുമല്ല പല ദേശത്തുള്ള ആൾക്കാരുമായിട്ട് നമുക്ക് ഇടപഴകാനുള്ള ഒരു സൗകര്യം കൂടിയാണത്. നമ്മൾ ഹോട്ടലിൽ നിൽക്കുന്നത് ബീജിങ്ങിൻ്റെ നഗര മധ്യത്തിൽ തന്നെയാണ്. അത് നമ്മൾ ഷിൻകിയാവ് എന്ന് പറഞ്ഞൊരു ഹോട്ടലാണ് ബുക്ക് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം എല്ലാ സൗകര്യമുള്ള ഒരു 4 സ്റ്റാർ ഹോട്ടൽ തന്നെയാണ് നമുക്ക് അവർ ഒരുക്കിയിട്ടുള്ളത്. TCT എന്ന് പറഞ്ഞ കമ്പനി. എന്നെ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്തത് ഇവിടുത്തെ ലൊക്കേഷൻ തന്നെയാണ്. നമുക്ക് എല്ലായിടത്തേക്കും ആക്സസ് ഉണ്ടായിരുന്ന ഒരു ലൊക്കേഷൻ തന്നെയായിരുന്നു അത്. ഇന്നത്തെ ദിവസം ഇനി പ്രത്യേകിച്ച് പ്രോഗ്രാമൊന്നും പറഞ്ഞിട്ടില്ല. ഇന്ന് ഫുൾ റെസ്റ്റ് ചെയ്തതിനു ശേഷം നാളെ മുതലാണ് നമ്മൾ ടൂറൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വന്ന് കുറച്ച് നേരം റെസ്റ്റ് ചെയ്തതിനു ശേഷം നേരെ സിറ്റിയിലോട്ട് ഇറങ്ങി ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാനായിട്ട്. വൈകിട്ട് കുട്ടികളൊക്കെ പാർക്കിൽ വന്നിരുന്നിട്ട് കളിക്കുന്ന കാഴ്ചകളാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. ഇവിടെ വന്നിട്ട് എനിക്കൊരു കാര്യം മനസ്സിലായത്, ഇവിടുത്തെ ജനങ്ങളൊക്കെ നമ്മളടുത്ത് വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ് പെരുമാറിയിരുന്നതൊക്കെ. നമ്മളൊരു ഫോട്ടോ എടുക്കാനോ അല്ലെങ്കിൽ ഒരു വീഡിയോ ചെയ്യാനോ നമ്മൾ അവരുടെ പെർമിഷൻ ചോദിച്ചാൽ വളരെ സന്തോഷപൂർവ്വം അത് സ്വീകരിക്കുമായിരുന്നു അവർ. അങ്ങനെ വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അവർക്ക് സംസാരിക്കാൻ കുറച്ച് പ്രശ്നങ്ങളുണ്ടെങ്കിലും കൂടെ അതൊക്കെ നമ്മൾ ട്രാൻസ്ലേറ്റർ വെച്ചിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഞാൻ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ചിട്ട് അവസാനിപ്പിക്കണം. നമുക്ക് ചൈനയിലെ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം.